നാഷണൽ ഗോള്, നാലാമത്തെ ഗോള്. ലോങ് ടേം ഗോൾ കഴിഞ്ഞിട്ട് നമ്മൾ നാലാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ഇമോഷണൽ ആൻഡ് ഇൻസ്പിറേഷണൽ ഗോള്. എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. എന്നെ അത് ഇൻസ്പയർ ചെയ്താണ്. ഇപ്പൊ അനീസാർ ബെൻസ് കാർ എടുത്തു, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് എന്റെ ഒരു ഇമോഷണൽ ഗോളാണത്. ഞാൻ ബെൻസ് കാർ എടുക്കണം എന്നുള്ളത് ഇമോഷണൽ ഗോളാണെന്ന് വിചാരിക്കുക. അത് എന്റെ ഒരു പരമ പ്രധാനമായിട്ടുള്ള ഗോളായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും, അല്ലെ? അതേപോലെ നിങ്ങൾക്കൊരു ഇമോഷണൽ ഗോൾ ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ്സിൽ വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്നിട്ടോ ബിസിനസ്സിൽ പറഞ്ഞിട്ടോ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്ത്, നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ, അത് നീ ഒന്നും അച്ചീവ് ചെയ്യില്ലടാ, നിനക്കൊന്നും പറ്റി പണിയല്ലടാ, അങ്ങനെ പല ആളുകളും നിങ്ങളെ കളിയാക്കി ഉണ്ടാവും. അങ്ങനെ കളിയാക്കിയ ആളുകളെ മുന്നിൽ ഞാൻ അച്ചീവ് ചെയ്ത് കാണിക്കും എന്നുള്ള ഒരു ഇമോഷണൽ ഗോൾ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഞാൻ പറയാം ലോങ് ടൈമിന് ശേഷം ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, അത്രയും സമയം നിങ്ങൾക്കുണ്ട്. ആ ഒരു ഗോൾ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അടിച്ചടിച്ചങ്ങനെ പോകും. ഷോർട്ട് ടൈം ഗോളും മിഡ് ടൈം ഗോളും ലോങ് ടൈം ഗോളൊക്കെ കടകടകടകടയെന്ന് പറഞ്ഞാൽ അടിച്ചടിച്ച് കയറുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഇമോഷണൽ ഗോളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ടാവും. അടിപൊളി, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവും. കാരണം അതൊരു റിവഞ്ചാണ്. അത് നിങ്ങളെ വേറെ കളിയാക്കിയ ആളുകളോടും അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലി ഹേർട്ട് ചെയ്ത ആളുകളോടൊക്കെ ഉള്ള റിവഞ്ചാണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ വളർന്നുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക.